സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ഒരുമിച്ച് കൂടുതൽ കൊച്ചി നമ്പുറമാണ് എന്ന് പറയുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മനോഹരമായ വേദിയിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയതിന്റെ പിന്നിൽ വലിയ ഒരു കഥ തന്നെ പറയാം. കൂടുതൽ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ടീസർ ലോഞ്ചിങ് ആണ് ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു വേദിയിൽ വെച്ച് നടക്കുന്നത്. ഒരുപാട് ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ എന്ന് പറയുന്ന സിനിമയുടെ മനോഹരമായ പാട്ടുകളുള്ള സിനിമയുടെ മനോഹരമായിട്ട് ഛായാഗ്രഹണം നിർവഹിച്ചിട്ട് മലയാള സിനിമയിലേക്ക് ഒരുപാട് പുതുമുഖങ്ങൾ എന്താ പറയുക കടന്നു വരുന്ന ഒരു സിനിമയുടെ ടീസർ ലോഞ്ചിങ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നവർക്ക് കൂടുതൽ എന്ന് പറയുന്ന മലയാള സിനിമ റിലീസാവാൻ പോവുകയാണ്. ഒരുപാട് നല്ല പാട്ടുകളും നല്ല കഥയും നല്ല ചലച്ചിത്ര താരങ്ങളും ടെക്നീഷ്യന്മാരും പ്രവർത്തിച്ചിട്ടുള്ള ഈ സിനിമയുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇതിൻ്റെ പ്രൊഡ്യൂസർ ജിതിൻ കെവിയെ ഈ വേദിയിലേക്ക് നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു കൂടുതൽ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ജിതിൻ കെവി. ഈ സിനിമയ്ക്ക് ഇരട്ട സംവിധായകനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇരട്ട സംവിധായകന് മലയാള സിനിമയിൽ സംവിധാനം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടേ ഉള്ളൂ. എന്നാൽ ഈ കൂടുതൽ എന്ന് പറയുന്ന ബിപിൻ ജോർജിന്റെ സിനിമ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് 2 പേരാണ്. അതിൽ ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഈ സിനിമയുടെ പ്രിയപ്പെട്ടവനായി മാറിയേക്കാവുന്ന ഷാനു കാക്കൂറിനെ നിറഞ്ഞ കൈയോട് കൂടിയിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷാനുവിനോടൊപ്പം ഒരു സൂപ്പർ ഹിറ്റും മെഗാ ഹിറ്റുകളൊക്കെ മലയാളത്തിന് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ഷാനുവിനോടൊപ്പം ചേർന്നിരിക്കുന്നത് ഷാഫി എപ്പിക്കാട് എന്ന സംവിധായകനാണ്. ഷാഫിയുടെ 2ാമത്തെ സിനിമയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഒരുപാട് ചെറുപ്പക്കാര് എന്താ പറയാ നിറഞ്ഞാടിയ ഒരു സിനിമയാണിത്. ഇനി ഈ സിനിമയുടെ ഛായാഗ്രഹണം ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി മനോഹരമായിട്ടുള്ള ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷജീർ പപ്പ. അദ്ദേഹത്തെയും ഈ ഒരു വേദിയിലേക്ക് നിറഞ്ഞ പേരോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള ഷീലു അബ്രഹാമിന്റെ മേളത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിറഞ്ഞ കയ്യടികൾ വേണ്ട. കാരണം നമുക്ക് നിങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർതിരിവ് വേണ്ട. നല്ല കയ്യടികളൊക്കെ തന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക ഫംഗ്ഷനായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമ്മളെല്ലാവരും ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ കാണാതെ പോകുന്ന ഒരു മുഖം, അല്ലെങ്കിൽ കാണാതെ നമ്മൾ ഒരിക്കലും പോകാറില്ല, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ മഞ്ജു ചേച്ചിയെ ഹൃദയപൂർവ്വം കൂടുതലെന്ന് പറയുന്ന സിനിമയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മഞ്ജു ചേച്ചി ഒന്നും അറിഞ്ഞിട്ടില്ല, കയ്യടിക്ക് പവർ കുറവാണ്. വെറുതെ കയ്യടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം മഞ്ജു ചേച്ചിയെ. അടുത്തതായിട്ട് ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കവർന്ന് യൂട്യൂബിലൂടെ ഒരു ആങ്കർ ചെയ്തതിൽ ഒരുപക്ഷെ ഏറ്റവും പിച്ചില് ഏറ്റവും ഹൈയില് സംസാരത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കവർന്ന് ഇന്നൊരു സാറ്റലൈറ്റ് ചാനലിലൂടെ നിരവധി ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ടവരായി മാറിയ കാർത്തിക് സൂര്യ. എല്ലാവരുടെയും ചകിരിക്കുമായ കാർത്തിക് സൂര്യയെ മലയാള ചലച്ചിത്ര ലോകത്തിൽ പ്രിൻസൻ ഫാമിലി എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റായ നമ്മളെല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിച്ച മലയാള ചലച്ചിത്രത്തിന്റെ മിന്റോ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കണം, കാരണം ലൈവാണ്. മലയാള ചലച്ചിത്ര ലോകത്ത് നിരവധി ആർട്ട് വർക്കുകൾ ചെയ്തിട്ട് പഴയ തലമുറക്കും പുതിയ തലമുറക്കും സുപരിതനായ ഭാവകയെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിപിൻ ജോർജിന്റെ അടുത്ത പടമായ ശുക്രൻ എന്ന് പറയുന്ന സിനിമയിലെ മലയാള ചലച്ചിത്ര ലോകത്ത് നമുക്ക് എല്ലാവർക്കും എന്താ പറയുക സൂപ്പർ സ്റ്റാറുകളെ പോലെ ഇഷ്ടം തോന്നുന്ന ഒരു നിർമ്മാതാവാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബാദുഷക. നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. ഒബ്രോമാനിലെ കൂടുതൽ എന്ന് പറയുന്ന സിനിമയുടെ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബാദുഷക. പടത്തിലെ നായികയായിട്ടുള്ള ആദ്യ വന്നാട്ടെ നല്ലൊരു കൈ കൊടുത്താണ്. അടുത്തായി സ്വാഗതം ചെയ്യുന്നു ബൈജു ജോസ്. ഒരുപാട് വർഷക്കാലമായിട്ട് TV മേഖലയിലൂടെ സിനിമയിലൂടെ കലാവിരുന്നുകളിലൂടെ നമ്മൾ കണ്ട
നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബൈജു ജോസ് വേദിയിലേക്ക് കടന്നു വരുന്നത് നല്ലൊരു ഗൈഡ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ റിലീസാവാനിരിക്കുന്ന ഒരുപറ്റം പ്രായം കുറഞ്ഞവരുടെ അല്ലെങ്കിൽ സിനിമയെ ഒരുപാട് നെഞ്ചോട് ചേർത്ത പ്രിയപ്പെട്ടവരുടെ സിനിമയായ കൂടൽ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ഇന്ന് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് നിങ്ങളാണ്. ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതിന്റെ ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് പ്രയത്നങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയുടെ വിജയത്തിന് പിന്നിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് നമുക്ക് ഈ സിനിമയുടെ ടീസർ ലോഞ്ചിങ് നടക്കുകയാണ്. ഈ ഇവന്റ് മനോഹരമായിട്ട് നടത്തുകയും ഞങ്ങൾക്ക് ഇവിടെ ഒരു വേദി ഒരുക്കുകയാണ്. റഫീഖ് ബായിക്കും രാജേഷ് സാറിനും ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം പറയുകയാണ്. രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഇത്രയും പേര് ഒരുമിച്ച് ഒരുപക്ഷെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട താരങ്ങളും ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് വല്ലാത്ത ഒരു എന്താ പറയാ സന്തോഷമാണ്. നിറഞ്ഞ കയ്യടികൾ നമ്മൾ ഓരോരുത്തർക്കും കൊടുത്ത് എല്ലാവർക്കും മലയാളത്തിന്റെ ഈ ഒരു കൊച്ചിയുടെ ഭാഗമായിട്ട് നല്ല ഒരു കയ്യടി കൊടുത്തുകൊണ്ട് ഈ സിനിമയുടെ ഏറ്റവും സന്തോഷം തരുന്ന ഭാഗമാകുമെന്ന ഇവർക്ക് മുന്നിൽ നമ്മൾ കൂടൽ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ലോഞ്ച് ചെയ്യുകയാണ്. ഇത് മനോഹരമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്കും അവർക്ക് കാണണമെങ്കിൽ വീണ്ടും നമുക്ക് വേദിയിലേക്ക് തന്നെ ഇരിക്കാം. എന്ന് പറയുന്ന സിനിമയിലെ നായകന്റെ ആ സിനിമയുടെ ടീസർ മഹത് വ്യക്തിത്വങ്ങളും മലയാളത്തിന്റെ പ്രിയപ്പെട്ടവരുമായ അതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങൾക്ക് വിലപ്പെട്ടവരായ നിങ്ങൾക്ക് മുന്നിൽ അത് ലോഞ്ച് ചെയ്യുകയാണ്. നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ആദ്യമായിട്ട് വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഷീലു ചേച്ചിയെ എന്ന് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി. അമ്മയുടെ മാറണമെങ്കിൽ നല്ലൊരു കൈ കൊടുത്താൽ മതി. റമദാൻ എന്ന് പറഞ്ഞിട്ട് ഹൃദയം കൊണ്ട് സംസാരിക്കാൻ തുടങ്ങും. അതിന് കാരണക്കാരും ഓഡിയൻസായ നമ്മളെ ഒന്നും. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. എന്നെ തന്നെ ആദ്യമായിട്ട് പ്രസിഡന്റ് ഞാൻ എൻ്റെ തിരഞ്ഞെടുത്തതിൽ. പിന്നെ ജലൻ ഇവിടെ പറഞ്ഞല്ലോ, ഞാനും ഇതിൻ്റെ പ്രൊഡ്യൂസർ അല്ല കേട്ടോ. എന്നെ ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഈ സിനിമയിൽ 5 പൈസ പോലും മുടക്കിയിട്ടില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസർ ജിതിനാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമയ്ക്ക് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ നട്ടല്. അപ്പോൾ ജിതിനെ ഞാനിവിടെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം ഒരു സിനിമ ഉണ്ടാകുന്നത് തന്നെ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരുപാട് ടെൻഷനും വേദനയും, പിന്നെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ആർട്ടിസ്റ്റിനെ കിട്ടി പൈസ കയ്യിലുണ്ടെങ്കിൽ ലൊക്കേഷൻ കണ്ടൊക്കെ കഴിഞ്ഞ് ഒരു സിനിമ ഷൂട്ട് ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കി അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ആ ടാസ്ക്കൊക്കെ കടന്ന് നല്ല ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ ഈ സിനിമ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. പിന്നെ എൻ്റെ ഡയറക്ടേഴ്സ് ഷാഫി ആൻഡ് ഷാനു, രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക എഫേർട്ട് വൻ വിജയമായി തീരട്ടെ. പിന്നെ ഞാനിന്നിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം മറ്റാരുമല്ല, സിനിമയുടെ ഹീറോ ബിപിനാണ്. ബിപിനെ ഞാൻ ആക്ച്വലി പണ്ട് തൊട്ട് ഒരുപാട് സിനിമകളിലൂടെ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റായി മാറിയത് റീസെൻ്റ്ലി ആണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ബഡ് ബോയ്സ് എന്ന സിനിമയിലൂടെയാണ് എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞത്. അദ്ദേഹം ഒരിക്കലും ഒരു സിനിമാക്കാരനല്ല എന്ന് പറഞ്ഞാൽ സിനിമാക്കാർ മോശമാണെന്ന് എന്നോട്ട് പറഞ്ഞത്. അദ്ദേഹം ഒരിക്കലും ഒരു സിനിമാക്കാരനല്ല. നമ്മളൊക്കെ കാണുന്ന സാധാരണ ഒരു വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് ഭയങ്കര സഹോദര തുല്യനാണ്. എനിക്ക് ഞങ്ങൾ എന്നും സംസാരിക്കാറൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. അപ്പോൾ ചിലപ്പം എന്താ പറയുക, സംസാരം നീണ്ടുപോകും. അത്രയും നല്ല ഒരു ഗുഡ് വൈബുള്ള സഹോദരത്തുല്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ബിപിൻ. ഞാനിന്നിവിടെ നിൽക്കുന്നത്, എനിക്ക് വേറെ കല്യാണം ഉണ്ടായിരുന്നു, അതൊക്കെ വിട്ടിട്ട് ഞാനിവിടെ നിൽക്കുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ബിപിൻ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഈ പടം വൻ വിജയമായി വലിയ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും, മെറീന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. ആകെ ഒരു കാര്യം അവൻ കറക്റ്റ് പറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശ്രീ ഈ കൂടൽ ഇപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം ഷാനു എൻ്റെ കൂടെ കുറേ വർഷങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
അതുമാത്രമല്ല ഒരു സിനിമ ഉണ്ടാവുന്നത് കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനിപ്പോൾ സ്റ്റിൽ ഐ എം ഇൻ ഇൻഡസ്ട്രി. എനിക്കറിയാം എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ടെന്നുള്ളത്. എനിവേ ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു. താങ്ക് യു. മലയാള സിനിമയിലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബാദുഷയ്ക്ക് കോടിൽ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. നല്ല കയ്യടി കൊടുക്കണം, കയ്യടിക്കാതിരിക്കരുത്. കാരണം മലയാള സിനിമയുടെ നിർണ്ണയമാണ്, ഒരുപാട് പേരുടെ സ്നേഹമുള്ള ഒരു കലാകാരനാണ്. ബാദുഷയ്ക്കയുടെ വളരെ വിലപ്പെട്ട വാക്കുകൾ കേൾക്കാനായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഏറ്റവും ആദ്യം വന്ന ഞാനായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒന്നും തുടങ്ങാത്തതുകൊണ്ട് ഞാൻ പിന്നെ ലുലുവിലോട്ട് പോയതാണ്. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ബിബിൻ എന്നോട് പറഞ്ഞു, എനിക്ക് എവിടെ പോയി? ഞാൻ പറഞ്ഞാൽ ലുലു പോയത്. അപ്പം കിളീനെ കാണാൻ അതേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കിളി പോയിരിക്കുവാണ്, നാളത്തെ വരാത്തത്. ഇപ്പോൾ ഇവിടെ നിറച്ച ആളായിട്ടുണ്ട്. കിളി ഉള്ളതിനേക്കാളും നല്ലത് കിളി ഇല്ലാത്ത സ്ഥലമാണെന്നപ്പോൾ മനസ്സിലായി. ഈ സിനിമയുടെ പൂജയ്ക്ക് ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു മലയാള സിനിമയിലെ ഒരു വലിയൊരു കൂടലായി മാറട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിതിനെ ഞാൻ ഇപ്പോഴാണ് ശരിക്കും പരിചയപ്പെട്ടത്. അപ്പം അദ്ദേഹത്തിൻ്റെ ടെൻഷനെല്ലാം പറഞ്ഞു. ഒരു നല്ല സമയം നോക്കി ഇപ്പോഴത്തെ ഈ മഴയും കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് വേണം സിനിമ ഇറക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമ ഒരു നല്ല വിജയമായി മാറട്ടെ. പുതിയ ആൾക്കാരുടെയും ഒരുപാട് കലാകാരന്മാരുടെയും എല്ലാം വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു സിനിമയാണ് കൂടെ. ഈ സിനിമ ഒരു വൻ വിജയമാറി വേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി എനിക്ക് ഒരാൾ മാത്രം വേദിയിലേക്ക് വിളിക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ആ റോള് തെറ്റിക്കാണ്. കയ്യടി കൂടുതൽ കിട്ടണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വിളിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക മഞ്ജു ചേച്ചിയും ഒപ്പം കാർത്തിക് സൂര്യയും. ഇന്ന് മലയാളികളായ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഇവരെ പോലെ ഇടം നേടിയവര് വേറെ ഇല്ല. കയ്യിൽ പോരാണ് നല്ലൊരു പങ്ക് എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് വരേണ്ട രണ്ടുപേരും. കാരണം ഉള്ള കുമ്പേരിയാണ് എന്ത് പറഞ്ഞാൽ നല്ല മറുപടികളാണ്. മൈക്കിന്റെ സൗണ്ട് കുറയ്ക്കരുത്. എല്ലാവർക്കും നമസ്കാരം. ഒരു ചിരി ബമ്പർ ചിരിയുടെ പേരിലാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്തെങ്കിലും ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വിൻസൻ ഫാമിലി എന്ന് പറഞ്ഞിട്ട് വിൻഡോ പോയാ വിൻഡോ ആണ് ഡയറക്ടർ. അപ്പോൾ ഒരു സിനിമ ഇപ്പോൾ ചെയ്തു, അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നു. ഇപ്പോൾ നിങ്ങൾ കൈയടിച്ച ഈ കൈയടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഓരോ സിനിമയുടെയും വിജയം എന്ന് പറയുന്നത്. ഇവിടുന്ന് കൈയടിച്ച് തുടങ്ങണം. ഈ കൂടലിൻ്റെ സിനിമ തിയേറ്ററിൽ വരുമ്പോഴും നിങ്ങളെല്ലാം കൂടെ കൂടി ഒരു കൂടുതലായിട്ട് ഈ സിനിമ വിജയിപ്പിക്കണം. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും പ്രോത്സാഹനവുമാണ് ഓരോ സിനിമകളുടെയും വിജയം എന്ന് പറയുന്നത്. ഞാനിന്നിവിടെ വന്നത് കുടുംബത്തിന് വേണ്ടി. ഈ ഒരു ഗുഡ് സോളാണ്, ഒരു നല്ല മനുഷ്യനാണ് ബിബി. ഞാൻ തീർച്ചയായിട്ടും ഒരു ചിരി ബമ്പർ ചിരിയുടെ ഫ്ലോറിൽ വന്നാണ് ഞാൻ ബിബിയായിട്ട് കൂടുതൽ അടുക്കുന്നതും. എനിക്ക് സത്യത്തിൽ എന്നെ പേടിയായിരുന്നു. എനിക്ക് ഭയങ്കര ജാടയെന്ന് വിചാരിച്ചല്ലടാ. പിന്നെ ഓഫ് കോഴ്സ് ഒന്നുമില്ല, ഇത്രയും നാളെ ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടിരുന്നു. ഇപ്പൊ ബിബി കൂടെ അത്രയേ ഉള്ളൂ. സോ ബിബി സിനിമ എന്ന് പറയുന്നത് ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെയാണ്. ആ ടെൻഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വരുമ്പോൾ താരങ്ങളെ കണ്ടു, കുറച്ച് ഫോട്ടോസ് എടുത്തു, നിങ്ങൾ പോയി. പക്ഷേ ഇതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട് ഈ സിനിമയുടെ പുറകിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ തന്ന പ്രോത്സാഹനം ഈ സിനിമയുടെ പുറകിലും ഉണ്ടാവണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. പിന്നെ ബിബി, നിന്റെ മോളെ ഇവിടെ കണ്ടില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. മിക്കവാറും അവിടെ എൻ്റെ കൂടെ പോകും. ഒരു ചിരിയിലെ മക്കൾക്ക് ആരും ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചപ്പോൾ മഞ്ജുപിള്ളയാന്ന് പറഞ്ഞു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ക്രൂ, ഡയറക്ടർ ഷാഫി ആൻഡ് ഷാനു, പ്രൊഡ്യൂസർ ജിതിൻ, നമ്മുടെ പപ്പ
ആയിട്ടുള്ള ഒരു സംഭവം. എനിക്ക് പറഞ്ഞാലും മതിയാവില്ല, പ്രത്യേകിച്ച് ബിബി കൂടെ ആയതുകൊണ്ടായിരിക്കും. ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ എല്ലാവരും എത്തിക്കുക. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ക്രൂ. മെറീന, സോറിയ ഇല്ലെങ്കിൽ അവൻ്റെ വെളിയിറക്കിയതാണ്. ബാക്കി നായിമാരുടെ പേരൊന്നും എനിക്ക് എടുത്തറിയില്ല. മെറീനയാണ് വർഷങ്ങളായിട്ട് അറിയുന്നത്. സോ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു. നമസ്കാരം. ഒബ്രോൺ മോളിൽ കൂടിയ എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം. സുഖമാണോ എല്ലാവർക്കും? ഓ, ഉറങ്ങുന്ന ഒരു ചേച്ചിയൊക്കെ സുഖമാണോ എല്ലാവർക്കും? കുഴപ്പമില്ല, എനർജി വരുന്ന നമുക്ക്. കൂടൽ എന്ന് പറഞ്ഞ പടം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ബിംബ്രോയുടെ വായനാണ്. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഇതുവരെ കൂടലെന്ന് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. കാരണം ദിവസവും ബിബിൻ ബ്രോ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, അതിനകത്ത് വന്ന് കൂടി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ ബിബ്രോ എവിടെയാണ്? എടാ ഞാൻ ഒരു ഷൂട്ടില്ല. അപ്പോൾ എന്ത് ഷൂട്ടാണ് ബിബ്രോ? ഞാനൊരു 46 പെൺകുട്ടികളുടെ കൂടെ കാലടിയിൽ. ഞാൻ പറഞ്ഞു 46 പെൺകുട്ടി നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ തന്നെയാണോ പോയത്? എനിക്ക് നല്ല സംശയമുണ്ടത്. അപ്പോൾ അത്രയ്ക്കും മാത്രം എല്ലാ ദിവസവും ഒരു പ്രൊമോഷനെങ്കിലും മിനിമം ചെയ്യുന്നുണ്ട്. മലയാള സിനിമ ഇപ്പോൾ നമ്മുടെ ഒരു ഗോൾഡൻ ഏജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ആക്ടേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഉള്ള ആക്ടേഴ്സ് തന്നെ ഇപ്പോൾ പെർഫോമൻസ് വേറെ ലെവലിൽ കൊണ്ടുപോയി വെച്ചേക്കെയാണ്. അതുമാത്രം അല്ലാതെ നമ്മുടെ സിനിമ മൊത്തത്തിൽ ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കളർഫുൾ ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഒരു വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള പേജ് ആവട്ടെ കൂടൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിച്ചുകൊള്ളുന്നു. നല്ലൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇതിൻ്റെ കൂടെയുള്ള എല്ലാ വർക്ക് ചെയ്ത ക്രൂവിനും കാസ്റ്റിനും മെമ്പേഴ്സിനും എന്തിനേറെ പറയുന്നു, ഇതിലെ ഓരോ ക്യാമറയ്ക്കും വരെ എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരിടുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.